ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ 37-ാമത്തെ സങ്കീർത്തനമാണ് ധ്യാനിക്കുന്നത്. നന്മ തിന്മകളുടെ പ്രതിഫലത്തെക്കുറിച്ചാണ് സങ്കീർത്തകൻ പറയുന്നത്. 40 വചനങ്ങൾ. ദുഷ്ടരുടെ നേരെ കോപിക്കേണ്ടെന്നും അവരോട് അസൂയപ്പെടേണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. നന്മ തിന്മകൾ, അതിന് ലഭിക്കുന്ന പ്രതിഫലം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതൊരു പ്രാർത്ഥനയോ സ്തുതിഗീതമോ അല്ലാത്ത ഒരു സങ്കീർത്തനമാണ്. ദുഷ്ടന് അവൻ്റെ അധപതനത്തെക്കുറിച്ചും ദൈവഭക്തന് ലഭിക്കുന്ന വാഗ്ദാനത്തെക്കുറിച്ചുമാണ് ഈ സങ്കീർത്തനം എടുത്തു പറയുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് മാത്രമാണ് ദൈവഭക്തന് വേണ്ടിയിട്ടുള്ള ഒരു ചുമതല. അധാർമികതയെക്കുറിച്ച് ആകുലപ്പെടേണ്ട എന്ന് സങ്കീർത്തകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ദുഷ്ടന്റെ എല്ലാ നിഗൂഢ ആലോചനകളും അവൻ്റെ തന്നെ നാശത്തിന് കാരണമാകും. നീതിമാൻ ദൈവത്തിൻ്റെ പരിപാലനയിലാണെന്നും ഒരുവൻ്റെ നന്മയും തിന്മയും അതിനനുസരിച്ച് ദൈവം പ്രവൃത്തിയുടെ ഫലം നൽകും എന്നുള്ളതാണ് സങ്കീർത്തകൻ പറയുന്നത്. അതുപോലെ തന്നെ സങ്കീർത്തകൻ പറയുകയാണ്, ഒരുവൻ്റെ നന്മയുടെ അനുഗ്രഹവും തിന്മയുടെ ശാപവും അവന് തലമുറകളിലൂടെ വ്യാപിക്കുമെന്നും സങ്കീർത്തകൻ പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദുഷ്ടന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് താൽക്കാലികമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇടുങ്ങിയ വഴിയിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോഴും അവിടുത്തെ വഴികളിൽ ചെന്നെത്തുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് തരണമേ. അങ്ങയുടെ പാതയിലൂടെ മാത്രം ഞങ്ങളെ ചരിക്കുവാനായിട്ട് അനുവദിക്കണം എന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം നമുക്ക് തീരുമാനമെടുക്കാം. നമുക്ക് നന്മകൾ ചെയ്യുവാനും തിന്മകൾ ഉപേക്ഷിക്കണം എന്നുള്ള വലിയ തീരുമാനത്തോടു കൂടി ഇന്നത്തെ ദിവസം നമുക്ക് ചെലവഴിക്കാം. ദൈവം സമൃദ്ധമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.